ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ പുതിയതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവേഴ്സും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പ്ലാനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം നിരവധി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്തതിൽ അവരിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളും അല്ലെങ്കിൽ അറിവുകളും വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ യൂട്യൂബിൽ മോണിറ്റൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് സക്സസ്ഫുൾ ആകുന്നത് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ചാനലിന് ഒരു യൂണിക് നെയിം നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്ന സമയത്ത് നിരവധി ചാനൽ ആ നെയിം വെച്ചുള്ള ചാനൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ടൈപ്പ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കണം. ടെക് ആണെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു നെയിം യൂസ് ചെയ്യണം. വ്ളോഗ് ആണെങ്കിൽ വ്ളോഗ് റിലേറ്റഡ് ആയിട്ടുള്ളതും. അതുപോലെ നമുക്ക് ഏത് തീം അല്ലെങ്കിൽ ഏത് കാറ്റഗറി ബേസ്ഡ് ചാനലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനലിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനൽ നെയിം, അതായത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ചാനൽ നെയിം ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബിലുണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള നെയിം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വേറെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ യൂട്യൂബിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു പേരായിരിക്കും നിങ്ങളൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മല്ലു ട്രാവൽ എന്ന് പറയുന്ന ഒരു നെയിമായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ നെയിം വെച്ചുകൊണ്ടുള്ള ഒരു ബിഗ് യൂട്യൂബർ ഓൾറെഡി തന്നെ നമുക്ക് മലയാളികളുടെ യൂട്യൂബിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ, നിങ്ങളൊരു 500-200 വീഡിയോ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള തുടക്കക്കാരനാണ്. എന്നാലും നിങ്ങളുടെ വീഡിയോ നല്ല കണ്ടൻറ്റും കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ച് വരുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം മല്ലു ട്രാവലർ എന്നാണ്. കാരണം മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു വലിയ യൂട്യൂബർ നമ്മുടെ ചാനലിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി ആരെങ്കിലും യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആ വലിയ യൂട്യൂബറിൻ്റെ നെയിം തന്നെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രാവൽ വ്ളോഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെക് വ്ളോഗ് ചെയ്യുമ്പോഴോ നിങ്ങൾ എന്ത് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അതിനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ്. പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ യൂട്യൂബിൽ ഇതുവരെയും ഇല്ലാത്ത യൂട്യൂബ് ചാനൽ നെയിം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടിയുള്ള സജഷൻ കിട്ടി നമുക്ക് വ്യൂസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കസ്റ്റം URLും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ചാനൽ നെയിം ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി നമുക്ക് മുന്നേ ഒരാളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ കസ്റ്റം URL കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ സെയിം നെയിം വെച്ച് നമ്മൾ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയില്ല അതെങ്ങനെയാണ് കസ്റ്റം URL എടുക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കസ്റ്റം URLൻ്റെ ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ കസ്റ്റം URL നോക്കുമ്പോൾ പക്ഷേ നമുക്കത് കിട്ടത്തില്ല. കാരണം ഓൾറെഡി തന്നെ ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി കസ്റ്റം URL ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റം URL അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വ്ളോഗിൻ്റെ അല്ലെങ്കിൽ ചാനലിൻ്റെ നെയിം നിങ്ങൾ ഫസ്റ്റായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു നെയിം ഇല്ല എന്ന് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം യൂട്യൂബിൻ്റെ ചാനൽ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂണിക്കോ ആയിട്ടുള്ള ഒരു സിംഗിൾ വേഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ വേഡ്സിലോ വരുന്ന നെയിമുകൾ
യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ലെങ്ത്തിലുള്ള ഒരു ചാനൽ നെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് മറ്റൊരാൾ സെർച്ച് ചെയ്യുന്ന സമയത്തോ ചിലപ്പോൾ ആ നെയിം നമുക്ക് കിട്ടണമെന്ന് വരില്ല. കാരണം ഒരു സിംഗിൾ നെയിം, അതായത് ആളുകൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് പെട്ടെന്ന് നമ്മുടെ ചാനലിൻ്റെ നെയിം പെട്ടെന്ന് ഓർത്ത് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള നെയിമുകൾ നമ്മൾ യൂട്യൂബ് ചാനലിന് കൊടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏത് ബേസ് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം ഒരു യൂണിക് നെയിം ആയിരിക്കണം. അതായത് മറ്റാരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത യൂട്യൂബ് ചാനലിൻ്റെ നെയിം നമ്മൾ യൂസ് ചെയ്യണം. അതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൻ്റെ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2 വേർഡ്സിലോ അല്ലെങ്കിൽ സിംഗിൾ വേർഡ്സിലോ വരുന്ന അതിൽ ഒതുക്കാൻ പറ്റുന്ന യൂണിക് ആയിട്ടുള്ള നല്ല പെട്ടെന്ന് നമുക്ക് ആളുകളുടെ അടുത്തോട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ആകുന്ന നെയിമുകൾ യൂസ് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അത് ഒരു പാർട്ട് ബേസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾ ഓരോ പ്ലാനിങ് വേണം. അതായത് നിങ്ങൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 4000 വാച്ച് വേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഡെയിലി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സജഷനിലേക്ക്, അതായത് യൂട്യൂബ് സെർച്ചിലേക്ക് വരികയും നിങ്ങളുടെ ചാനലിലേക്ക് നല്ല വ്യൂവേഴ്സ് വരികയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ചാനൽ സജസ്റ്റ് അല്ലെങ്കിൽ സെർച്ചിലേക്ക് വരുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ഡെയിലി ഇടുക. അത് നിങ്ങൾ അവിടുന്ന് ഇവിടുന്നും വീഡിയോസ് കണ്ടിട്ട് ഇടാണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോൾ തിങ്കളാഴ്ച ഒരു വീഡിയോ ഇട്ടു, ചൊവ്വാഴ്ച ഒരു വീഡിയോ ഇട്ടു, ബുധനാഴ്ച ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഈ ഇടുന്ന വീഡിയോ തമ്മിലുള്ള ഒരു കണക്ഷനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇടുന്നതിനുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഫൈനൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ യൂട്യൂബിലേക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് വ്യൂവേഴ്സും അതുപോലെ നമ്മുടെ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബറും വരുവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, 100% ഷുവറാണ്. നിങ്ങൾ നല്ല ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് അതിലുള്ള വീഡിയോസ്, അതായത് ലോങ് ലെങ്ത് വീഡിയോസ് കണ്ട് നമ്മുടെ ചാനലിലേക്ക് വ്യൂസും കൂടും, അതുപോലെ സബ്സ്ക്രൈബറും വരുവാൻ 100% ഉറപ്പ്. അപ്പോൾ നമ്മൾ ഇതുവരെ 5 കാര്യങ്ങൾ പറഞ്ഞു, അതായത് പ്ലാനിങ് വരെ എത്തി. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചാനലിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രൊഫഷണലായിട്ട് നമ്മളൊരു തമ്പനെയിൽ ഉണ്ടാക്കാൻ പഠിക്കണം. അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കസ്റ്റം തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തോ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഒരു നല്ല തമ്പനെയിൽ നിങ്ങൾക്ക് ആ സമയം ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് യൂട്യൂബിൽ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോ ടൈപ്പിലുള്ള നിരവധി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും iOS ആപ്ലിക്കേഷനും നമുക്ക് ലഭ്യമാണ്. ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്കൊരു കസ്റ്റം തമ്പനെയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാക്കാൻ നമുക്ക് അറിയുമെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എടുത്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നല്ല വ്യൂസും സബ്സ്ക്രൈബറും കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കസ്റ്റം തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ തൊട്ട് ഇപ്പോൾ ഒരു കസ്റ്റം തമ്പനെയിൽ വരെ നമ്മളെത്തി. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത്ത് ഒരു മിനിമം 8 മിനിറ്റ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾക്കായിരിക്കും നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നിങ്ങളൊരു തുടക്കക്കാരാണെന്നുള്ള നിലയിൽ നിങ്ങൾ 8 മിനിറ്റ് കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ചാനൽ എപ്പോഴെങ്കിലും മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന വ്യൂസ്, നല്ല രീതിയിൽ വ്യൂസ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് നല്ല വീഡിയോസിന് നല്ല റീച്ച് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ 8 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും.
ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഒരു 8 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഒരു ഷോർട്ട് ക്ലിപ്പും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നതിനനുസരിച്ച് ഈ ഷോർട്സിനും നല്ല റീച്ച് കിട്ടും. രണ്ട് രീതിയിൽ നമുക്ക് റീച്ച് കിട്ടും. അതായത് ഷോർട്സിൽ നിന്നും നമുക്ക് വ്യൂസ് കിട്ടും, അതുപോലെ നമ്മളിടുന്ന ലോങ് വീഡിയോയിൽ നിന്നും നമുക്ക് വ്യൂസ് കിട്ടും. നമ്മളിടുന്ന ഷോർട്സ് ആണ് ചിലപ്പോൾ വൈറലാകുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നതെങ്കിൽ ആ ഷോർട്സിൽ നിന്നും വ്യൂസും അതുപോലെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബറും നമുക്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഷോർട്സ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം രണ്ടും കൂടെ ചെയ്തതിൽ കുറച്ച് നമുക്ക് പാടായിരിക്കും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ നിന്നും നല്ല നല്ല പോർഷൻസ് കട്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സും അതുപോലെ യൂട്യൂബിൽ ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഓൾറെഡി തന്നെ അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നല്ല വൈറൽ രീതിയിൽ വീഡിയോസിന് വ്യൂസ് കിട്ടുന്ന രീതിയിലുള്ള എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസും അല്ലെങ്കിൽ ലോങ് വീഡിയോസും നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് സെറ്റിങ്സുകളാണ്. ചാനലിൽ ചെയ്യേണ്ട കുറച്ച് ബേസിക് സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു പുതിയ ചാനൽ തുടങ്ങുന്നവർക്ക് എങ്ങനെയായിരിക്കും ഒരു ബേസിക് സെറ്റിങ്സുകൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ബേസിക് സെറ്റിങ്സുകളും അതുപോലെ ഹാഷ് ടാഗുകളും അപ്ലൈ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ എത്തി. അപ്പോൾ നമുക്ക് ഒരു ബേസിക്കായിട്ട് നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബറും വ്യൂസും നമുക്ക് കിട്ടണമെങ്കിൽ ഈ ബേസിക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വ്യൂസും അല്ലെങ്കിൽ ഒട്ടുമിക്ക ചാനൽസും തുടക്കത്തിൽ തൊട്ട് ഏണിങ്സും കാര്യങ്ങളും ഒന്നും ചിന്തിക്കാണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ അടിത്തറ നമ്മുടെ ചാനലിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബറായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല വൈറൽ വീഡിയോസ് നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ചാനലിൻ്റെ അതൊരു പുതിയ ചാനലിൻ്റെ ബേസിക് സെറ്റിങ്സുകളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ലൈവ് വീഡിയോ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ എങ്ങനെയായിരിക്കും ഒരു ബേസിക് സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ ചാനലിലേക്ക് നല്ല വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബേസിക് സെറ്റിങ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.